ദൈവമക്കളുമായിട്ട് അല്പസമയം തിരുവചനം പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്ത വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? യേശുവിന്റെ ആരോഹണം ചെയ്ത ശേഷം, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്തത്വമാണ്, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന്. എന്തിനു വേണ്ടിയാണ് യെരൂശലേമിൽ കാത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാല്, അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഈ ഭൂമിയിൽ അയക്കുമെന്നും ആ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണമെങ്കിൽ അത് യെരൂശലേമിൽ തന്നെ ആമേൻ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്തത്വം. ഇന്ന് ഈ പകലില് എത്ര പേർ ദൈവം തന്ന വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറുണ്ട്? ആമേൻ. ദൈവം പറഞ്ഞ ഓരോ ആലോചനയും ഇന്ന് പകലില് അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ മേലെ, തലമുറയുടെ മേലെ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ ജീവിച്ചിരുന്നു. എന്നാൽ 40 ദിവസത്തോളം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകാനിടയായി തീർന്നു. ആമേൻ. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാല്, ഒരു പ്രാർത്ഥിക്കാൻ നാം തയ്യാറായി കഴിഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടാനിടയായി തീരും. ആമേ. പിതാവ് പറഞ്ഞ വാക്തത്വങ്ങൾക്ക് വേണ്ടി പുത്രൻ കാത്തിരുന്നു. ഇതുപോലെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്തത്വത്തിന് വേണ്ടി തന്റെ ശിഷ്യന്മാർ കാത്തിരുന്ന പോലെ ഇന്ന് പകലില് കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വാക്തത്വം പറഞ്ഞതിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ആ വാക്തത്വങ്ങൾ നമ്മൾ പ്രാപിക്കാൻ ഇടയായി തീരും. എന്താണ് ആ വാക്തത്വം? നാം വായിച്ചല്ലോ, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന്. നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി തീരുമെന്ന് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ പകലില് ദൈവം പറഞ്ഞ വാക്തത്വം ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചെങ്കിൽ യെരൂശലേമിൽ നമ്മുടെ സ്വന്തം ദേശത്ത് നാം കാത്തിരിക്കാൻ തയ്യാറായാല്, നാം പ്രാർത്ഥന മുറിക്കാത്ത കാത്തിരിക്കാൻ തയ്യാറായാല്, നിന്നിലൊരു അഭിഷേകം വീണു കഴിഞ്ഞാല്, അധികാരം വന്നു കഴിഞ്ഞാല്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് വന്നു കഴിഞ്ഞാല് നമ്മളൊരു പട്ടണത്തിൽ ഒതുങ്ങി പോകുകയില്ല. ദൈവം പറഞ്ഞ വാക്തത്വം ഭൂമിയുടെ അറ്റത്തോളം അത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 5 ഭൂഖണ്ഡങ്ങളിൽ സാക്ഷിയായി തീരണമെങ്കിൽ അനേകരും കർത്താവിലേക്ക് തിരിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകലില് ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നവരുടെ മേലെ അത് വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന് അധികമായി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറാകണം. ആമേൻ. എന്നാൽ തന്റെ ജനം കാത്തിരിക്കാനായിട്ട് തയ്യാറാകാനായിട്ട് ഒരുങ്ങുമ്പോൾ പിതാവ് പറഞ്ഞ വാക്തത്വമാണ്, അല്ലെങ്കിൽ പുത്രനായ യേശുക്രിസ്തു പറഞ്ഞ വാക്തത്വമാണ് തന്റെ ശിഷ്യന്മാർ കാത്തിരിക്കാൻ വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി എന്റെ യേശുവിന്റെ 12 ശിഷ്യന്മാർ അടക്കം 120 പേര് അടങ്ങുന്ന ഒരു മാളിക മുറിക്കകത്ത് ഒരുമിച്ച് കാത്തിരിക്കാൻ തയ്യാറായി. അവരൊറ്റ ഏക മനസ്സായിരുന്നു, ഒറ്റക്കെട്ടായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ അവരുടെ മേലെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടാകാനിടയെ തീർന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവരെല്ലാരും അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങാനിടയായി തീർന്നു. ഇന്ന് പകലില് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരുടെ മേല് ഒരു ശക്തി പുതുക്കാൻ പോവുകയാണ്. ഒരുമനപ്പെട്ട് കാത്തിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാല് അഭിഷേകത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് തന്റെ ജനം കയറും. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് കയറി വന്നവരുടെ മേല് ഒരുമിച്ച് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരുമിച്ചായിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ അടുത്ത റേഞ്ചിലേക്ക് ഓരോരുത്തരും കയറാൻ പോവുകയാണ്. അത് എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്. തലമുറയുടെ മേലെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്. ശുശ്രൂഷകന്മാര് ഏറ്റെടുത്താട്ടെ, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
ആമേ അവര് പ്രാപിച്ചിട്ട് വെറുതെ ഇരുന്നില്ല. ഹല്ലേലൂയ. അവര് പ്രാപിച്ചിട്ട് ഹല്ലേലൂയ ആ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി വന്നവരുടെ മേല് സകലരുടെ മേലും ആമേ ആ അഭിഷേകത്തിന്റെ അഭിഷേകം പ്രാപിക്കാൻ ഇടയായി തീർന്നു. ഏകദേശം 15-16 രാജ്യങ്ങളിൽ അടങ്ങുന്ന ആളുകളാണ് അവിടെ 120 പേർ കൂടി വന്നിരുന്നവര്. ആമേൻ. അങ്ങനെയെങ്കിൽ പല ഭാഷകൾ പല രാജ്യങ്ങളിലുള്ളവര് അവിടെ ഒരുമനപ്പെട്ട് നിന്നെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയാണ് അനേക രാജ്യങ്ങളുമായി കണക്ട് ആകാൻ പോവുകയാണ്. അനേക വ്യക്തികളുമായിട്ട് ഇന്ന് പകൽക്കാലം കണക്ട് ആകാൻ പോവുകയാണ്. നിങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറായിക്കേ. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ആത്മസാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവര് പ്രാപിച്ച അഭിഷേകം കൊണ്ട് അവർ ഒതുങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ. അവര് പ്രാപിച്ച അഭിഷേകം കൊണ്ട് 3-ാം അധ്യായത്തിനകത്ത് കയറുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ വർഷങ്ങൾ കൊണ്ട് മുടന്തനായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആലയത്തിലേക്ക് പലരും പോകുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നാൾ മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ ചിലർ കൊണ്ട് ഇരുത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തിക്ക് ആലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇരുത്തപ്പെട്ടു പോയ അനുഭവങ്ങളാണ്. ഇന്ന് പകലെ ചില വ്യക്തികൾക്ക് ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ദൈവ പൈതലെ, പലപ്പോഴും നിന്റെ ജീവിത സാഹചര്യത്തിൽ ഇരുന്നു പോയ സാഹചര്യങ്ങളുണ്ട്. ഉയർന്നു വരാൻ പറ്റാതെ വേണം ആത്മീയത്തിൽ ഒതുങ്ങിപ്പോയ സാഹചര്യങ്ങളുണ്ട് ഒരു പക്ഷെങ്കിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. ഇരുന്നു പോയ മേഖലകളിൽ നിന്ന് വലിയൊരു എഴുന്നേൽപ്പ് ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. വചനം പറയുന്നു, ആത്മാഭിഷേകം പ്രാപിച്ചവർ, അധികാരം പ്രാപിച്ചവർ, കാത്തിരുന്നവർ. പത്രോസും യോഹന്നാനും എവിടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പത്രോസും യോഹന്നാനും. ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ അധികമായി സ്നേഹിച്ച വ്യക്തിയാണ് പത്രോസ്. എന്നാൽ യേശു ഏറ്റവും അധികമായി സ്നേഹിച്ച വ്യക്തിയാണ് യോഹന്നാൻ. എന്നാൽ ഇവര് അഭിഷേകം പ്രാപിച്ചിട്ട് 2-ാം അധ്യായത്തിനകത്ത് ഒതുങ്ങി നിന്നില്ല. അവര് പ്രാപിച്ച അഭിഷേകം കൊണ്ട് 3-ാം അധ്യായത്തിൽ കൊടുക്കാൻ വേണ്ടി, അഭിഷേകം മറ്റൊരാളിലേക്ക് കൈമാറാൻ വേണ്ടി അങ്ങനെ ആലയത്തിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് ഈ വർഷങ്ങൾ കൊണ്ട് മുടന്തനായ വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി തീർന്നത്. ഒരു കൂടിക്കാഴ്ച അവരുടെ മുൻപിൽ കടന്നു വരാനിടയായി തീർന്നത്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, ചില വ്യക്തികളുമായിട്ട് കൂടിക്കാഴ്ചകൾ കണ്ടുമുട്ടാൻ പോവുകയാണ്. അത് എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരും. ഇതിനകത്ത് കയറിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവരെ വിടുവിക്കാൻ വേണ്ടി, നിങ്ങൾ മുഖാന്തരം മറ്റുള്ള രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി, ചില ബന്ധിക്കപ്പെട്ട ചില വ്യക്തികളെ വിടുവിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ആത്മാവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥനയോടെ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ഈ മുടന്തനായ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, അവൻ വല്ലതും കിട്ടുമെന്ന് സൂക്ഷിച്ചു നോക്കി. അനേകരും ആലയത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ച് എന്തേലും ആ നന്മ കിട്ടുമെന്ന് ആഗ്രഹിച്ചാണ് നോക്കിയത്. പക്ഷെങ്കിൽ ഇത് വ്യത്യസ്തമായിട്ട് ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഇവരുടെ മറുപടി എന്താണ്? അഭിഷിക്തന്മാരുടെ മറുപടി എന്താണ്? വെള്ളിയോ പൊന്നോ ഇല്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് കൽപ്പിച്ചു. അങ്ങനെങ്കിൽ ഇന്ന് പകലില് വചനം പറയുന്നു, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വർഷങ്ങൾ കൊണ്ട് ഇരുന്നു പോയ മേഖലയില് ഒരു എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി ഹല്ലേലൂയ. എല്ലാരും ആലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വ്യക്തിക്കും ഒത്തിരിയായ ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ പത്രോസ് വെള്ളിയോ പൊന്നേ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് കൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ ആ മുടന്തൻ എഴുന്നേൽക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകലില് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവകുഞ്ഞ്, നിങ്ങൾ ഇരുന്നു പോയ മേഖലയ്ക്കകത്ത്, ആത്മീയ ശുശ്രൂഷയ്ക്കകത്താണോ? സാമ്പത്തിക ഏരിയയിലാണ് ഇരുന്നു പോയത്? ഹല്ലേലൂയ. പഠന മേഖലയിലാണോ? ജോലി മേഖലയിലാണ് ഇരുന്നു പോയത്? ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ് പരിശുദ്ധാത്മ തരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു എഴുന്നേൽപ്പ് നിന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ആലയത്തിൽ
ആലയത്തിനകത്ത് കയറിയിട്ട് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേ അവന്റെ നരിയാണികളെ നാളുകളായി ഉറയ്ക്കാൻ പറ്റാതെ ഇരുന്നു പോയ മേഖലയായിരുന്നു. എന്നാൽ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക നരിയാണികൾ ഉറച്ചെന്ന് നമുക്ക് അവിടെ വായിക്കാൻ ഇടയായി തീർന്നു. അത് അനേകർക്കും അത് ആശ്ചര്യമായി തീർന്നു, അനേകർക്കും അത് അത്ഭുതമായി മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ദേശത്ത് ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. അനേകർക്ക് ഒരു ആശ്ചര്യമായി മാറാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ ഹല്ലേലൂയ. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറ. ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാര് ആത്മനിറവിൽ എഴുന്നേറ്റതുപോലെ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ ദിവസങ്ങൾ ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ, ആത്മാവിൽ കയറി വരട്ടെ. ഇരുന്നു പോയ മേഖലയിൽ കയറി വരട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ കൃപയും സാന്നിധ്യം തന്റെ ജനത്തിന് മേൽ പകരുമാറുകയെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്താട്ട് കർത്താവേ, സ്വർഗീയ പിതാവിന്റെ പുത്രനെ പരിശുദ്ധ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സകല മാനവും മഹത്വം പിതാവെടുക്കണം. പ്രാർത്ഥന ഘടനായ സ്തോത്രം ക്രിസ്തുവേശുവിന് തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. ആമേൻ.